ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ മനസ്സിൻ്റെ വിജയശാസ്ത്രമാണ് ഭഗവത്ഗീത. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കരുത്തുള്ളതാക്കണോ, ശക്തിയുള്ളതാക്കണോ, നിങ്ങൾക്ക് സന്തോഷവും സന്തുഷ്ടിയും ഉള്ളതാക്കണോ, ഭഗവത്ഗീത ഈസ് ദ വേ. ഭഗവത്ഗീതയാണ് അതിനുള്ള വഴി. കാരണം ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ജീവിതം ടോട്ടലി നിങ്ങൾക്ക് വേറൊരു ദിശയിലൂടെ കൊണ്ടു നടക്കാം. ഇപ്പോൾ നമ്മുടെ മനസ്സ് പോകുന്നത് ഒരു ട്രാക്കിലൂടെയാണ്. കണക്കുകൂട്ടലുകൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, മോഹങ്ങൾ, പ്രത്യാശകൾ വേണം, എല്ലാം വേണം. പക്ഷേ വരുന്നതെല്ലാം അതുപോലെ ആവണമെന്നില്ല. ഇന്ന് അനുകൂലമാവാം, നാളെ അത് പ്രതികൂലമാവാം. ഞാനിത് പറയുന്ന സമയത്ത് സൂര്യനിൽ നിന്നും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതായത് സൂര്യനിൽ നിന്നും വളരെ ശക്തമായ തീവ്രമായ സൗരോർജ കാറ്റ്, തീക്ഷ്ണമായ തീവ്രമായ സൂര്യൻ്റെ ചൂടിൻ്റെ കാറ്റ് അന്തരീക്ഷത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ എൻ്റെ ന്യൂസിൽ നോക്കിയപ്പോൾ BBC ന്യൂസിൽ ഫ്ലാഷ് ചെയ്തിരിക്കുന്നത് പല രാജ്യങ്ങളും വിക്ഷേപിച്ച 40ഓളം സാറ്റലൈറ്റുകൾ ഡാമേജ് ആയി കഴിഞ്ഞു. അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, എന്തെല്ലാം പ്രതീക്ഷയിലാണ് അതങ്ങോട്ട് അയക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അപ്പം അവർക്ക് പേടി. ഇപ്പം അത് കൂടുതൽ തീക്ഷ്ണമായി കഴിഞ്ഞാൽ സൂര്യൻ്റെ ആ തീവ്രമായ ഉഷ്ണ ശക്തി നെറ്റ്വർക്ക് സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലാവൂ എന്നുള്ള പേടിയിലാണ് ഇപ്പം ശാസ്ത്രജ്ഞന്മാരിയ്ക്കുന്നത്. കാരണം ഈ കേബിൾ നെറ്റ്വർക്കൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിപ്പോവും. ഇപ്പം നോക്ക്, നിങ്ങൾ സൂര്യനിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ചെറിയ ചൂട് കാറ്റ് മതി കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റിക്കാൻ. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, സ്വപ്നം കാണണ്ട എന്നൊന്നല്ല അർത്ഥം. നമ്മൾ പ്രതീക്ഷിക്കണം, പക്ഷേ ഒന്നുകൂടി പ്രതീക്ഷിക്കണം. അതെന്താണ്? ജീവിതം അനുകൂലമാവാം, പ്രതികൂലമാവാം. അത് ഒരുപക്ഷെ ഫേവറബിൾ ആവാം, അൺഫേവറബിൾ ആവാം. പക്ഷെ അൺഫേവറബിൾ ആണെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. അതിനെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റും? അവിടെയാണ് നമുക്ക് ഇന്ന് കുട്ടികൾക്കൊക്കെ നഷ്ടപ്പെടുന്ന മനോബലം, മനഃശക്തി. അമ്മമാർ വളരെ മനസ്സിലാക്കുക. നിങ്ങൾ ജാതകമൊക്കെ നോക്കി കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചു കൊടുത്ത വീട്ടിലെ പയ്യനോ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെയൊക്കെ പെരുമാറ്റങ്ങൾ പലപ്പോഴും ആർത്തിയും സ്വാർത്ഥതയും ഒക്കെ നിറഞ്ഞതാണെങ്കിൽ 2-3 ദിവസമൊക്കെ കുട്ടി എങ്ങനെ കേട്ടില്ല എന്നടിച്ചാലും പിന്നെ ഇങ്ങനെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ അത് കേട്ട് അത് തന്നെ ചിന്തിച്ചു പോയാൽ നാളെ ഒരു മനോരോഗിയാണ് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ നിങ്ങളൊരു മനോരോഗിയാക്കും, വിഷാദരോഗിയാക്കും. അപ്പോൾ ഇത് പ്രതീക്ഷിക്കുന്നില്ല നമ്മളെന്താ വിചാരിച്ചത്? ജാതകം നല്ലോണം ചേർന്നു, കുടുംബം തറവാടൊക്കെ നല്ലതാണ്. പക്ഷേ അവരാർത്തിയുള്ളവരാണെന്നും അത്യാർത്തിയുള്ളവരാണെന്നും അവർക്ക് കുറേ പൈസയുടെ ആവശ്യമുണ്ടെന്നും അതിനെ ഈ കുട്ടിയെ അവർ ഫോഴ്സ് ചെയ്യുമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മ സ്വന്തം വീട്ടുകാർ അറിയുന്നില്ല. കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന ആത്മഹത്യകൾ എടുത്ത് മാത്രം നോക്കിയാൽ ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും നമുക്കും തയ്യാറാക്കിയെടുക്കാം. പല പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്നും മനസ്സിനെ പുറത്തു കൊണ്ടുവന്ന് പറയേണ്ടത് പറയണം, അല്ലാതെ എല്ലാം സഹിക്കുകയല്ല വേണ്ടത്. എന്നാൽ അതേ സമയം തന്നെ ഒന്നും അലട്ടാത്ത രീതിയിൽ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കരുത്ത് എവിടുന്ന് കിട്ടും? അതിനാണ് ഭഗവാൻ കൃഷ്ണൻ 4-ാം അധ്യായത്തിൽ 40-ാം ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ചില പരിശീലനങ്ങളുടെ ആവശ്യകത. നമ്മുടെ മനസ്സിനെ നമുക്ക് വികസിപ്പിക്കാൻ പറ്റുള്ളൂ.
നമ്മുടെ മനസ്സിൻ്റെ കരുത്തെന്ന് പറയുന്നത് നിരന്തരമായ സാധനയാണ്, അനുഷ്ഠാനമാണ്. ഈ 2 വാക്കുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ. എവരിബഡി ക്യാൻ എക്സ്പാൻഡ് ദെയർ മൈൻഡ് ആൻഡ് പ്രാക്ടീസ് ഈസ് അവർ സ്ട്രെങ്ത്. ഇത്രയും പഠിച്ചാൽ മതി. ഐ ക്യാൻ ട്രാൻസ്ഫോം ആൻഡ് പ്രാക്ടീസ് ഈസ് മൈ സ്ട്രെങ്ത്. ഇത്രയും 2 കാര്യങ്ങൾ. ഈ ഒരു അറിവ് ഇല്ലാതെ പോയാൽ അജ്ഞശ്ച, ആ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലാം. 4:40. അജ്ഞശ്ചാശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പര ന സുഖം സംശയാത്മന. അപ്പോൾ അജ്ഞശ്ച, അതായത് തൻ്റെ മനസ്സിനെ തനിക്ക് വികസിപ്പിക്കാൻ സാധിക്കുമെന്ന്, അതിനാണ് താൻ സാധന അനുഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ് എന്ന് ചോദിച്ചാൽ, ഐ ആം ഹിയർ ടു എക്സ്പാൻഡ് മൈ മൈൻഡ്. എൻ്റെ മനസ്സിനെ ഞാൻ വികസിപ്പിക്കാൻ. എന്താ വികസിപ്പിക്കാൻ മീൻസ് എന്താണ്? ഒരു പ്രശ്നത്തിൽ കുരുങ്ങിക്കിടക്കാതെ, സങ്കുചിതമായി അതിൽ കുരുങ്ങിക്കിടക്കാതെ ഒന്ന് പുറത്ത് കിടക്കുക. വികസിക്കുന്ന മനസ്സിലാണ് ശക്തിയും സന്തോഷവും. അല്ലാത്ത മനസ്സെല്ലാം അജ്ഞശ്ച, മനസ്സിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, കിതാബ് എടുത്ത് ഓതും, എല്ലാ പുസ്തകം എടുത്തോളും, മനസ്സ് നന്നാവാത്തതുകൊണ്ട് ആകെ അക്രമം അടിച്ചുവിട്ട് അരാജകമുണ്ടാക്കുന്ന ഈ ലോകത്തിലെ മതങ്ങളെയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഹിന്ദുമതം അങ്ങനെ ആവാത്തതിൻ്റെ കാരണം ആയുധം എടുക്കാനല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഈ ആയുധങ്ങളൊക്കെ എടുക്കുന്ന മതങ്ങളെക്കുറിച്ച് ചിന്തിക്കും, വളരെ അത്ഭുതപ്പെടാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മതഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്ന കാലത്ത് വല്ല ആയുധങ്ങളും ഉണ്ടായിരുന്നു? അന്നത്തെ ആയുധം ഉപയോഗിക്കാൻ പറ്റും ഇവർക്ക്? ആയുധമില്ലെങ്കിൽ പിന്നെ ഈ മതം ഉണ്ടോ എന്നാലോചിച്ചു. എല്ലാ ആയുധങ്ങളും നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മതമൊക്കെ എവിടെയിരിക്കും? ആയുധബലത്തിൽ മതം കൊണ്ട് നടക്കാൻ എത്ര കാലം പറ്റും? ഒരു വിദ്യാഭ്യാസം കൊണ്ടും മറ്റും ലോകം വികസിക്കുമ്പോൾ കാലം കൊണ്ട് ഇത്തരം മതങ്ങളെയൊക്കെ ആളുകൾ വിടുന്ന അതുകൊണ്ടാണ്. കാരണം മനുഷ്യന് സമാധാനവും ശാന്തിയും കൊടുക്കാത്ത മതങ്ങളെ കൊണ്ട് എന്ത് കാര്യം? മനുഷ്യൻ്റെ മനസ്സിന് സമാധാനവും ശാന്തിയും സന്തോഷവും ഉണ്ടാവണമെങ്കിൽ അവനവൻ്റെ മനസ്സിനെ വികസിപ്പിക്കാൻ അവനവന് സാധിക്കും എന്ന ഉറപ്പ് വേണം, ആ വ്യക്തത വേണം. അത് വെറുതെ ഉറപ്പുണ്ടായാൽ പോരാ, അത് നമ്മൾ സ്വന്തം പരിശീലിച്ച് അനുഭവപ്പെടണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഒന്ന് അറിവും, 2 അഭ്യാസവും. നോളജ് ആൻഡ് പ്രാക്ടീസ്. ഐ ക്യാൻ എക്സ്പാൻഡ് മൈ മൈൻഡ് ആൻഡ് ഐ ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ് ത്രൂ പ്രാക്ടീസ്. അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം ഇപ്രകാരം കൃഷ്ണൻ പറയുന്നു, അജ്ഞശ്ച അശ്രദ്ധദാന, തൻ്റെ മനസ്സിനെയാണ് വികസിപ്പിക്കേണ്ടെന്ന അറിവുമില്ല, അശ്രദ്ധ, അതിന് അനുസരിച്ചുള്ള പ്രാക്ടീസുമില്ല. എന്തോ കുത്തിയിരുന്ന് ഓതുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ നത്തിങ് ടു ഡു വിത്ത് ദ മൈൻഡ്. അങ്ങനെയുള്ളവർ സംശയാത്മാവിനശ്യതി. എന്താണ് അവരുടെ സംശയം? അവരവർക്ക് അവരവരെ തന്നെ അറിയാതെ പോകുന്നതുകൊണ്ട് അവരവരെ എപ്പോഴും താഴ്ത്തിക്കെട്ടി അവരവരെ വളരെ നിന്ദ്യമായി കണ്ട് അവസാനം എന്നും അസ്വസ്ഥരാണവർ. ഒരു പീസ് ഓഫ് മൈൻഡ് അവർക്ക് കണ്ടെത്താൻ പറ്റില്ല. മനസ്സ് വികസിക്കുമ്പോഴാണ് പീസ് ഓഫ് മൈൻഡ്. ആ മനസ്സ് വികസിപ്പിക്കണമെങ്കിൽ അത് മനസ്സിനെ വികസിപ്പിക്കാൻ കഴിവുണ്ടെന്നും, മനസ്സ് വികസിക്കുമ്പോഴാണ് ജീവിതം സന്തോഷമുള്ളതായിത്തീരുന്നതെന്നും സ്വർഗമാകുന്നതെന്നും, അതിന് ഞാൻ നിരന്തരമായ അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ വ്യക്തമായ അറിവോടുകൂടിയിട്ട് ആരാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് ഈ പറഞ്ഞതെല്ലാം സ്വന്തം ജീവിതത്തിൽ ഇവിടെ തന്നെ ബോധ്യപ്പെടും. അല്ലാത്തവർ അന്ധമായി ചിലതൊക്കെ അനുകരിക്കും. അവർ പലയിടത്തും പല മതസ്ഥാപനങ്ങളിലും പോകുന്നുണ്ടാവും, കുത്തിയിരുന്ന് അവർ പ്രാർത്ഥന ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരുടെ മനസ്സുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. കാരണം സങ്കുചിതവും ഇടുങ്ങിയതും വളരെ ക്രൂരവും അസ്വസ്ഥവും. അപ്പോൾ അത് അക്രമം അഴിച്ചു വിട്ടേ പറ്റുള്ളൂ. അന്ധമായി അവർ വിശ്വസിക്കുകയും ചെയ്യും നാളെ ഇതൊക്കെ കഴിഞ്ഞ സ്വർഗം കിട്ടുന്നു. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, ന അയം ലോക, അവർക്ക് ഇവിടെയും സുഖമില്ല. കാരണം മൈൻഡ് എക്സ്പാൻഡഡ് അല്ല, മൈൻഡ് ഡെവലപ്ഡ് അല്ല, മൈൻഡ് മെച്യൂർഡ് അല്ല. കാരണം മനസ്സ് വികസിച്ചാലേ ഇവിടെ സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. കാരണം സുഖം എന്ന വാക്കിൻ്റെ അർത്ഥം, സുഖം എന്നാൽ വികസിച്ച മനസ്സിൻ്റെ അനുഭവമാണ്. വികസിത മനസ്സിൻ്റെ അനുഭവത്തെയാണ് സുഖം എന്ന് പറയുക.
ഒരു സങ്കുചിത മനസ്സെപ്പോഴും അസ്വസ്ഥമാണ്, വിഷമത്തിലാണ്, വേദനയിലാണ്, അത് ഭയത്തിലാണ്. അതുകൊണ്ടാണ് അതിനെപ്പോഴും സംഘടിതരായി പ്രവർത്തിക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? അതിനൊറ്റയ്ക്കൊരു കരുത്തില്ല, ഒറ്റയ്ക്ക് ശക്തിയില്ല. കാരണം മനസ്സെന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാത്ത മതങ്ങളാണത്. അപ്പം മനസ്സ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ മനസ്സിൽ സന്തോഷവും സുഖവുമുള്ളൂ. ഇത് നമുക്കറിയണം. ഒരു വികസിച്ച മനസ്സിലാണ് സുഖവും സന്തോഷവും. ഞാൻ പറഞ്ഞു, സുഖം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സുഖം, ഖം എന്നതിന് ആകാശം, വ്യാപ്തി നടന്നു. സുഖം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വേണ്ട പോലെ, സുഷ്ടു എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ വികസിച്ച മനസ്സ് എന്നാണ് സുഖം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ആ വാക്കുകളുടെയൊക്കെ പിന്നിലേക്ക് ഇറങ്ങിപ്പോയാൽ അത്ഭുതമാണ്. അപ്പം ആരുടെ മനസ്സാണോ നിരന്തര പരിശീലനത്തിലൂടെ, അനുഷ്ഠാനത്തിലൂടെ ഏകാഗ്രമാക്കി ആ ചെയ്യുന്നതിൽ അർപ്പിക്കപ്പെടുന്നത്, അവരുടെ മനസ്സ് എക്സ്പാൻഡഡ് ആവും. കാരണം ഉള്ളിൽ എനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ജനറേറ്റ് ചെയ്യുമ്പോൾ മൈൻഡ് ഡെവലപ്ഡ് ആവും. അപ്പോൾ അവർക്കിവിടെ സുഖമുണ്ട്, കാരണം അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അല്ലാത്തവരോ അവരന്ധമായി എന്തോ പ്രാക്ടീസ് ചെയ്യുന്നു, ഓതുകയാണ്, വെറുതെ ബുദ്ധിയിൽ എന്തോ ഇൻഫർമേഷൻ ലോഡ് ചെയ്യണം. മനസ്സിലൊരു മാറ്റവും ഇല്ല. മനസ്സിലാ സ്വാർത്ഥതയും വിദ്വേഷവും മത്സരവും പോരും ഈ ക്രൂരതയൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പം അങ്ങനെയുള്ള ആളുകൾ, അവർക്ക് ഇന്ന സുഖം ഇവിടെ സുഖമില്ല. കാരണം മൈൻഡ് എക്സ്പാൻഡഡ് അല്ല. അയം ലോക ന പരോ. ഇനി ഈ ജീവിതത്തിൽ തന്നെ അവർ മരിച്ചു പോയാലും അങ്ങനെ ഒരു സ്വർഗത്തിലേക്കും അവർ പോവുകയില്ല. കാരണം അങ്ങനെ ഒരു സ്വർഗ്ഗം ഇല്ല. ഒന്നാമത് ഇവിടെ പിന്നെ പരോലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് അവരെവിടെ പോയാലും, ഏത് ജന്മമെടുത്താലും അവിടെയും അവർക്ക് ഈ അസ്വസ്ഥ മനസ്സ് തന്നെ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇന്ന് എപ്രകാരമാണോ മനസ്സ്, നാളെയും അപ്രകാരം. ഇതെപ്പോഴും നിങ്ങൾ മറക്കരുത്. മരിച്ച ശേഷവും അപ്രകാരം. നമ്മൾ പറയും മരിച്ച ശേഷം എല്ലാവരും ശ്രേഷ്ഠന്മാരാണെന്ന്. എന്ത് ശ്രേഷ്ഠന്മാർ? ആസ് ദ മൈൻഡ് സോ ദ ലൈഫ്. ഇപ്പം മനസ്സെപ്രകാരമാണോ അപ്രകാരം ജീവിതം. അതുകൊണ്ടാണ് ഹിന്ദുമതം കൂടുതൽ മൈൻഡ് ഡെവലപ്മെൻറ്റിന് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കെപ്പോഴും അത് ഓർമ്മ വേണം. മനസ്സിൻ്റെ വികാസം, മനസ്സിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, മനസ്സിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റ്, ഇതാണ് നമ്മുടെ ജീവിതമെന്ന് ആവർത്തിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. എന്തിനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്? സർവേ മനോനിഗ്രഹ ലക്ഷണാന്ത പരോഹിയോഗോ മനസ്സ് സമാധി എന്ന് കൃഷ്ണൻ ഭാഗവത്തിൽ പറയുന്നുണ്ട്. ശങ്കരാചാര്യസ്വാമികളും പറയും ചിത്തസ്യ ശുദ്ധയേ കർമ്മ. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. അനവധി തവണ എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് വേണ്ടത് മനസ്സിൻ്റെ വികാസമാണ്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നും കരകയറുന്നത്. കാരണം ധൈര്യവും ശക്തിയും കരുത്തുമുള്ളൊരു മനസ്സിനെ ഒരു പ്രശ്നത്തിലും കുരുക്കിടാൻ സാധ്യമല്ല. ദുർബലമായ മനസ്സിലാണ് എപ്പോഴും വിഷമങ്ങളും വിഷാദവും വേദനയും കുടികൊള്ളുന്നത്. എപ്പോഴും ഓർക്കുക. അപ്പം അയം ലോക അസ്തി ന പര. ഇനി അവർക്ക് മറ്റൊരു ലോകമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ മനസ്സവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എനിക്ക് ഈ സെമറ്റിക് മതങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, സ്വർഗത്തെ വിടൂ, നിങ്ങൾ മനസ്സിനെ നോക്കൂ. ഈ ജീവിതത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ, വളരെ അക്രമമുള്ള അസ്വസ്ഥതയുള്ള ഒരാളെ 5 സ്റ്റാർ ഹോട്ടലിൽ ഡാൻസ് പ്രോഗ്രാമിന് കൊണ്ട് കാണിച്ചു കൊടുത്താലും അയാൾ അസ്വസ്ഥനായിട്ടിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കൂ, വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയില്ലേ, ഹൈപ്പറായിരിക്കുന്ന കുട്ടികളെയും കൊണ്ട് നിങ്ങളൊരു സിനിമ കാണാൻ പോകും, നിങ്ങളൊരു നാടകം കാണാൻ പോകും, ആ കുട്ടി അടങ്ങിയിരിക്കും അവിടെ. അപ്പം വിരളി പിടിച്ചിരിക്കുന്ന ഒരു മൈൻഡിനെയും കൊണ്ട് നിങ്ങൾ എവിടെ പോയിട്ട് എന്ത് കാര്യം? നമ്മൾ പറയില്ല, ഒരുതരം കൃമി സ്വഭാവമുള്ള മൈൻഡുകൾ, അടങ്ങിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മനസ്സിനൊരു പക്വതയും മനസ്സിനൊരു ശാന്തതയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്വർഗം കിട്ടിയിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് സ്വർഗവും നരകമാണ്. കാരണം നിങ്ങളുടെ മൈൻഡ് റെസ്റ്റ്ലെസ് ആണ്, മൈൻഡ് അജിറ്റേറ്റഡ് ആണ്, മൈൻഡ് വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അവർക്ക് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം? അതാരും ശ്രദ്ധിക്കുന്നില്ല.
സത്യത്തിൽ ഈ മതപണ്ഡിതന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് സ്വർഗം അവിടെ നിൽക്കട്ടെ, മനസ്സിനെ ഒന്ന് നേരെയാക്കാൻ പറയുക. ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഈ ലോകം എന്നോ നന്നായി. മനസ്സിനെ നന്നാക്കാനാണ് നിങ്ങൾ ഏത് മന്ത്രം ഉപയോഗിച്ചാലും, പക്ഷേ ഇൻവോൾവ്മെൻറ്റ് അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും, നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞാലും, ഓം നമഃ ശിവായ പറഞ്ഞാലും, നിങ്ങളുടെ മനസ്സ് അത്രയും ഏകാഗ്രമാക്കി അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, മനസ്സ് ഇവിടെ തന്നെ അതിൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മുക്തമാകുമ്പോൾ സുഖവും സന്തോഷവും ഇവിടെയുണ്ട്. ഇവിടെ തന്നെ ഒരു സുഖവും സന്തോഷവും ശാന്തിയും കിട്ടുന്നുണ്ട്. അനുഭവമാണത്, അത് ജ്ഞാനമാണ്. അപ്പം ആ തരത്തിൽ മനസ്സിനെ നമുക്ക് കൊണ്ടുപോയാൽ ഇവിടെയും സുഖം. ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാൽ, കാരണം നിങ്ങളുടെ മൈൻഡ് ഓൾറെഡി ഡെവലപ്ഡാണ്. അതല്ല, നിങ്ങളുടെ മൈൻഡിന് ഇവിടെ തന്നെ സങ്കുചിതമാണെങ്കിൽ നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളെ ആർക്കും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഈ സെമിറ്റിക് മതങ്ങൾ കുത്തിവെച്ച് നിങ്ങളെ ദൈവം നേരേക്കും. പ്ലീസ്, അങ്ങനത്തെ ഒരു അന്ധതയും വിചാരിക്കരുത്. കാരണം എന്തുകൊണ്ട് ദൈവം ഇവിടെ മനസ്സിനെ നേരെയാക്കുന്നില്ല? ഇവിടെ നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം. പിന്നെ നിങ്ങൾ മരിച്ചുപോയി അബോധാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ശരീരം പോലും ഇല്ലാത്തൊരു മനസ്സിനെ ദൈവം നേരെയാക്കുന്ന അന്ധമായി നിങ്ങൾക്ക് വിശ്വസിക്കാം, അശാസ്ത്രീയമായി നിങ്ങൾക്ക് ചിന്തിക്കാം. കാരണം ആര് ദൈവത്തെ കണ്ടിട്ടുണ്ട്? എവിടെ ദൈവമുണ്ട്? അതൊക്കെ നിങ്ങൾക്ക് അന്ധമായി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്തു മതവും ഇസ്ലാം മതത്തിനും പറ്റിയ ഒരു വലിയ വീഴ്ച. കുറേ അന്ധത അവർ കൊണ്ടു നടന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ ശരീരമൊക്കെ നിങ്ങൾ കാണും പള്ളിയിലൊക്കെ കൊണ്ടുപോകുന്നത്, ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ നിങ്ങൾ കാണും. എന്നിട്ട് ഇവരുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഈ ക്രിസ്ത്യൻ ഫാദേഴ്സിന്. ഞാൻ അധിക്ഷേപം പറയല്ല, മോശത്തരം പറയല്ല, പക്ഷേ ഇവരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്തറിയോ? മരിച്ചു കഴിഞ്ഞാൽ ശവത്തെ കൊണ്ടുവച്ചിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാം പൊറുക്കും അത്രേ. എല്ലാം പൊറുക്കുന്നു. ദൈവം എന്താ പെറുക്കിയാണോ പൊറുക്കാനൊക്കെ? ഇതെന്താ വല്ല നെല്ലിന്ന് കല്ല് പെറുക്കിയെടുക്കുന്ന പോലെ ഇയാളുടെ പാപം പെറുക്കുന്ന ഒരു ജോലിയാണ് ദൈവത്തിന്? ദൈവം അത്ര തരം താഴ്ന്നവരാണോ? കഷ്ടം. ദൈവം വന്നത് പാപം പെറുക്കാനല്ല. ദൈവം എന്ന് പറയുന്നത്, നിങ്ങളാ സങ്കല്പം നോക്ക്, ശക്തിയാണ്. ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ സത്തയാണ്, സത്യമാണ്. ആ സത്തയും ശക്തിയുമാണ് നിങ്ങളെ നിലനിർത്തുന്നത്. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ എന്നിട്ട് ആ ദൈവത്തെ പാപം പെറുക്കുന്ന ഒരാളെ, ഇയാൾക്ക് എന്തപ്പെട്ട തോട്ടത്തിലായിരുന്നു പണി ചോർന്നു. ഈ പെറുക്കൽ, ഈ കശുവണ്ടിയുടെയൊക്കെ കണ്ടില്ലേ? തോട്ടത്തിൽ കശുവണ്ടി പെറുക്കുക, അതുപോലെ ജാതി തോട്ടത്തിലെ ആൾക്കാർ ജാതി പെറുക്കുക, ഇതുപോലെ പെറുക്കിയാണ് തോന്നുന്നു ദൈവം. എത്ര അതപ്പതിപ്പിക്കരുത്. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മതം എന്ന് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുന്നൊരു സമൂഹം വരും ഇന്നല്ലെങ്കിൽ നാളെ. അവർക്ക് മനസ്സിലാവും അവനവൻ്റെ പാപം എന്ന് പറയുന്നത് അവനവനുണ്ടാക്കിയ കുക്കൂൺ തോട്ട്സാണ്, അവൻ്റെ സ്വാർത്ഥ ചിന്തയാണ്. ഒരു ദൈവം വിചാരിച്ചെടുത്ത് മാറ്റാൻ പറ്റില്ല. അതല്ലേ ക്രിസ്തു പറഞ്ഞതൊന്നും ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കിയില്ല. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തന്നെ മുട്ടുവിൻ തുറക്കപ്പെടും. നിങ്ങൾ മുട്ടാതെ തുറക്കില്ല. ദൈവമായിട്ട് തുറന്നു തരാൻ പോകുന്നില്ല, ദൈവമായിട്ട് പാപം കഴുകാൻ പോകുന്നില്ല. നിങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കുവിൻ, തുറക്കുവിൻ. ആ മുട്ടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്താ വിചാരിച്ചത്? പള്ളിയുടെ വാതിൽ പോയി മുട്ടുക എന്നുള്ളതാണ്. കാരണം അവിടെ ഫണ്ട് കിട്ടണമല്ലോ. ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഗീത പഠിക്കൂ. അവിടെ ദൈവം മുട്ടുവിൻ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കാനാ പറഞ്ഞത്, അല്ലാതെ പള്ളിയുടെ വാതിൽക്കൽ പോയി മുട്ടിയിട്ട് പ്രാർത്ഥിക്കാനല്ല. മുട്ടി പ്രാർത്ഥിക്കുക, എന്നിട്ട് അങ്ങനെ ഒരു ശീലമാക്കി മുട്ടി പ്രാർത്ഥിക്കുക. ഈ പുതിയ പുതിയ സമ്പ്രദായങ്ങൾ അങ്ങനെയാണ് ഉണ്ടാവുക. ആൾക്കാർ പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ കേട്ട് കാണും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഒരു സ്ഥലത്ത് ആളുകളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുന്നിൽ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചവൻ്റെ കാല് പുറകിൽ നിന്ന് മുട്ടുന്നവൻ്റെ തലയിൽ തട്ടി. അപ്പോൾ അയാളാണെങ്കിൽ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്ന ആളാണ്. അപ്പോൾ ഇയാൾ മറ്റാളോട് ചോദിച്ചു എന്താണെന്നുള്ളത്. അപ്പോൾ പറഞ്ഞത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇതങ്ങനെയാണെന്ന് കേട്ടപ്പോൾ ഇയാൾ വിചാരിച്ചു പ്രാർത്ഥിക്കണമെങ്കിൽ ഇനി നമ്മൾ തൻ്റെ പുറകിൽ നിൽക്കുന്നവൻ്റെ തലയിൽ ചവിട്ടണമെന്ന്. അയാൾ പുറകിലുള്ള ആളുടെ തലയിൽ ചവിട്ടി. പിന്നെ മൊത്തം ചവിട്ടാണ് അവിടെ. കാരണം അതൊരു പ്രാർത്ഥനയുടെ ഭാഗമാക്കി മാറ്റിയ ആൾക്കാർ. ഇതാണ് ലോകം. ഒരാൾ ചെയ്യുന്നതിനെ അന്ധമായി അനുകരിച്ച് അതാണ് മതമെന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോലാഹലത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്.
പക്ഷെ മതം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ അനുഭവിക്കേണ്ടത്, ഇവിടെ അറിഞ്ഞനുഭവിക്കേണ്ടത്, ഇവിടെ പരിശീലിച്ചനുഭവിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയവർ വളരെ കുറവാണ്. ഇവിടെയാണ് അനുഭവിക്കേണ്ടത്, ഇവിടെയാണ് പരിശീലനത്തിലൂടെ, ഇവിടെയാണ് അറിവിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്, അനുഭവിക്കേണ്ടത്. അത് മറ്റൊന്നുമല്ല, അത് സ്വന്തം മനസ്സിൻ്റെ പരിണാമമാണ്, പരിവർത്തനമാണ്, വികാസമാണ്. അതിന് നാം സാധന കൃത്യനിഷ്ഠമായി ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ ആരാണോ സാധനകൾ അനുഷ്ഠിക്കാത്തത്, ഇവിടെ തന്നെ അവർക്ക് ഇന്ന സുഖം അസ്തി, ഒരു സുഖവുമില്ല. നോക്കൂ എത്ര വ്യക്തമായിട്ടാണ് കൃഷ്ണൻ പറഞ്ഞത്. സംശയാലുക്കൾക്ക് ഇവിടെ സുഖമില്ല. കാരണം അവർ സുഖമെന്ന് തെറ്റിദ്ധരുന്നത് ദൈവം തരുന്ന കുറേ ആനുകൂല്യങ്ങളാണ്. ദൈവമേ ഞങ്ങൾക്ക് റൊട്ടി വേവിച്ചു തരണേ, വേവിക്കാതെ തരണേ, ദൈവമേ ഞങ്ങൾക്ക് കൊടുക്കാൻ തരണേ, ദൈവമേ ഞങ്ങൾക്ക് അത് തരണേ, ഇത് തരണേ എന്നൊക്കെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവനവൻ പ്രയത്നിക്കണം എന്നവരറിയുന്നില്ല. ഒരിക്കൽ ഇതുപോലൊരു കഥ പറഞ്ഞ് ഞാൻ ഉപസംഹരിപ്പിക്കാം. ഒരു നാട്ടിൽ വലിയൊരു ദൈവഭക്തനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വലിയ ശിവഭക്തനാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇവിടുത്തെ കഥയല്ല, അത് ഇതര മതവുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ട് എടുക്കാം, നമ്മൾ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ശിവഭക്തനാണ്. എപ്പം നോക്കിയാൽ ഹര 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 മഹാദേവ് ഉറക്കാലറും. അങ്ങനെ കാലം മുന്നോട്ട് പോയപ്പോൾ ഇയാളുടെ നാട്ടിൽ പെരും മഴ, തേമർത്ത് പെയ്യുന്നു, വെള്ളപ്പൊക്കം. പെയ്ത് വെള്ളം കൂടി. ആളുകളൊക്കെ അവിടെ നിന്ന് തോണിയൊക്കെ എടുത്ത് രക്ഷപ്പെടാൻ തുടങ്ങി അടുത്ത കരയിലേക്ക്. അപ്പം ഇയാൾ ഉറക്ക വിളിച്ചു പറയാണ്, ഹേ വിഡ്ഢികളെ, നിങ്ങൾ രക്ഷപ്പെട്ടുള്ളൂ, പക്ഷേ എന്നെ ശിവൻ വന്ന് രക്ഷിക്കും, കാരണം ശിവഭക്തനാണ്. അങ്ങനെ ഇയാൾ അവിടെ കടന്ന് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. വെള്ളം കൂടി, വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വെള്ളം വന്നു. ശിവനൊന്നും വരുന്നില്ല. ഇയാൾ എല്ലാ സാധനമായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിൽ പോകേണ്ടി വന്നു. അയാൾ ഉറക്കാലർന്നിട്ട് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ അഹങ്കാരത്തിലാണ് ചൊല്ലുന്നത്. കാരണം ദൈവം വരുന്നുള്ളൊരു ഉറപ്പ് അയാൾക്കുണ്ടായിരുന്നു. ആ സമയത്തുണ്ട് വലിയൊരു മരം കടപഴകി വീണ് ഒരു കാക്ക അതിൽ നിന്ന് കാ കാ കാ. അപ്പോഴും അതിൽ കൊമ്പുകളുണ്ട്, വേണമെങ്കിൽ പിടിച്ച് രക്ഷപ്പെടാം. അതിങ്ങനെ കുത്തി ഒഴുകി പോവുകയാണ്. പെരുമഴ, അത്രയും പ്രളയം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എവിടുന്നോ ഒരു വഞ്ചിയിൽ ഒരാൾ, ആരെങ്കിലും ഇനി രക്ഷപ്പെടാനുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ രക്ഷിക്കാം, ഈ ലൈഫ് ബോട്ടൊക്കെ ഇട്ട്. ഈ മനുഷ്യൻ ഉറക്കെ പറയുന്നുണ്ട്, എന്നെ ശിവൻ രക്ഷിച്ചോളുന്നു. എന്തിനു പറയണു? ഈ വെള്ളം അങ്ങോട്ട് കയറി ഇയാളുടെ വീട് പഴയ വീടാണ്, ഡീം വെള്ളത്തിലേക്ക് ഒറ്റ വീട്. ആ മനുഷ്യൻ മരിച്ചുപോയി നടക്കത്ത. മരിച്ചിട്ട് ഇയാൾ ശിവനെ കണ്ടു അത്രേ. ശിവനെ കണ്ടപ്പോൾ ഇയാൾ ശിവനോട് പറഞ്ഞു, നിങ്ങളെയൊക്കെ വിശ്വസിച്ചതാണ് എൻ്റെ തെറ്റ്. കാരണം ഞാൻ നിങ്ങൾ വരുന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഇരുന്നതാ, ഒരാളും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഇത് കേട്ടപ്പോൾ ശിവൻ തൻ്റെ വലത് കൈയിലെ ശൂലം, ശിവൻ്റെ കയ്യിൽ കുറേ സാധന സാമഗ്രികളുണ്ടല്ലോ, ഇടത് കൈയിലേക്ക് മാറ്റി. എന്നിട്ട് കൈവിരലിങ്ങനെ തിരുമ്പുന്നുണ്ട്. അപ്പം നന്ദീശ്വരൻ ചോദിച്ചു എന്താന്ന്. ഒന്നുമില്ല. ശിവൻ ഇങ്ങനെ കണ്ണിട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആ ഭക്തനോട് പറഞ്ഞു, ഒന്നിങ്ങോട്ട് വരാൻ. എവിടുന്നാ? കേരളത്തിൽ നിന്നാണ്. കാരണക്കുറ്റിയൊട്ടി അയാൾ ധരിച്ചുപോയി. കാരണം ശിവൻ അത്ര ശക്തിയിലാണ് കൊടുത്തത്. ശിവൻ്റെ താണ്ഡവ നൃത്തത്തിൻ്റെ ഒരു ചെറിയ സാമ്പിളായിരുന്നു അയാൾ ചെയ്തത്. അത്ര അടിയെ കിട്ടി. അയാൾ ചോദിച്ചു, എന്തിനാണ് അടിച്ചതെന്ന്. പറഞ്ഞു, നിന്നെ എന്ത് വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ പിന്നെ ഏത് ഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര തൊലിക്കെട്ട് ചെയ്തുകൊണ്ട് ഒന്നും വിളിച്ചിട്ട് ഏൽക്കില്ല. പക്ഷെ നീ ഒരു കഴുതയാണ്. കാരണം എടോ പൊട്ട, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ ഒരു കാക്കയുടെ രൂപത്തിൽ വിളിച്ച് കൂവിയത്. നിന്നെ രക്ഷിക്കാനാണ് ഞാൻ നാട്ടുകാരുടെ ഉള്ളിൽ നിന്നും ശബ്ദത്തിൽ നിന്നെ വിളിച്ചത്. നിന്നെ രക്ഷിക്കാനാണ് ഒരു ബോട്ടുമായി അവസാനം വന്നത്. എന്നിട്ട് നിനക്ക് ഞാൻ ഈ കോലത്തിൽ തന്നെ വന്ന് നിന്നെ രക്ഷിക്കണമല്ലേ എന്ന്. ഇനി എങ്ങാനും നീ എൻ്റെ നാമം ചൊല്ലിപ്പോയാൽ ഈ ശൂലം നിൻ്റെ നെഞ്ച് കയറ്റും ഞാൻ. ഇങ്ങനത്തെ കുറേ പൊട്ടന്മാരുണ്ട്. അതായത് ചുറ്റുപാട് തിരിച്ചറിയാതെ, ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാത്ത, ദൈവം എന്ന് പറയുന്നത് കേവലം ഒരു ചിത്രത്തിൽ കണ്ടത് മാത്രമാണെന്ന് അങ്ങേയറ്റം അന്ധമായി വിശ്വസിക്കുന്ന, തൻ്റെ മനസ്സും പ്രകൃതിയുമായി ട്യൂണിങ് അറിയാത്ത, തൻ്റെ മനസ്സിൻ്റെ ശക്തി അറിയാത്ത ഇങ്ങനെ കുറേ കഴുതകൾക്ക് എവിടെ സുഖം കണ്ടെത്താൻ സാധിക്കും? അവർ അന്ധതയുടെ ലോകത്തിൽ ജീവിക്കും.
അന്ധരായി മരിക്കും എന്നാൽ പറയുമ്പോഴോ വലിയ പൊട്ട ഭക്തന്മാരാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, മനോവികാസം, മനസ്സിൻ്റെ ശക്തി, ഇതൊക്കെയാണ് നമുക്ക് മതം, ഇതാണ് ആത്മീയത. അപ്പം ആ മനോവികാസത്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതിനാണ് നമ്മൾ കൃത്യനിഷ്ഠയോടെ നാമസങ്കീർത്തനാദികൾ ചൊല്ലുന്നത്. മനസ്സ് വികസിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദവും ശക്തിയും അതുതന്നെയാണ് ദൈവീകമായ ശക്തി. അപ്പം അതിന് നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അജ്ഞശ്ച അശ്രദ്ധദാന സംശയാത്മാ വിനശ്യതി. നായം ലോക, അവർക്ക് ഈ ലോകവുമില്ല, ഇത് വിട്ടാലുമില്ല. സംശയാത്മാ എന്താണ്? നസുഖം സംശയാത്മന. സംശയാത്മാക്കൾക്ക് യഥാർത്ഥത്തിൽ ഒരു സുഖവും ജീവിതത്തിൽ കണ്ടെത്താനോ അനുഭവിക്കാനോ സാധ്യമല്ല. ഈ ഒരു കാര്യം എത്ര സത്യസന്ധമായിട്ടാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർമ്മ വയ്ക്കുക, മനോവികാസം, അനുഷ്ഠാനത്തിലൂടെ കിട്ടുന്ന മനഃശക്തിയും മനസ്സുഖവും ഇത് നമുക്ക് നേടിയെടുക്കണം. ഇത് സാധിക്കും. കാരണം ഈ പാതയിലൂടെ അനവധി മഹാത്മാക്കൾ സഞ്ചരിച്ച് ബോധ്യം വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും സാധിക്കുന്നതാണ്. അപ്പം അത് നമുക്ക് കൈവരിക്കാനായിട്ട് കൃഷ്ണൻ എളുപ്പമായൊരു വഴി ഉപദേശിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി വ്യക്തമായിട്ട് കൃഷ്ണൻ പറഞ്ഞു തരുന്നു. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം.